ഡാൻസേഴ്സ് വാട്ട് എ പെർഫോമൻസ്. സൂപ്പർ കേട്ടാ, സൂപ്പർ. അടിപൊളിയായിരുന്നു പെർഫോമൻസ് ആയിരുന്നു. ഭാവന എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ കുച്ചിപ്പിടികള്? ഓ അടിപൊളിയായിരുന്നു. 4 പേരും വെച്ച് കസറി ഡാൻസേഴ്സുമായിട്ട് അതെ, എല്ലാരും ഇളക്കി കളഞ്ഞു. ഇവിടെ ഒക്കെ ഇതുണ്ട്, ഞാൻ വിചാരിച്ചു ഈ സീറ്റൊക്കെ ഇളകി വീഴുന്നു. എല്ലാരും ഡാൻസ് ആയിരുന്നു. അതില് ഭാവന സൂക്ഷിക്കേണ്ട ഒരൊറ്റ ആളേ ഉള്ളൂ, നിൽക്കുന്ന സ്ഥലം കറക്റ്റാണ്. ഇപ്പൊ സേഫാണ്. അവിടെ ഒരു പുരുഷൻ നിപ്പുണ്ട്. പുരുഷനെ ചേച്ചി ശ്രദ്ധിച്ച് നോക്കി, കൂട്ടത്തിലൊരു പുരുഷനുണ്ട്. ഇവാനല്ലേ ഇവാൻ? അത് തന്നെ. ഇവാൻ വളരെ ഫേമസ് ആണ്. പേര് പറഞ്ഞു വെച്ചിട്ട് എന്നെ പറ്റിക്കാൻ വേണ്ടിയായല്ലേ? ഒന്നുമല്ല, എന്റെ അടുത്ത് ഇപ്പം ഭാവന ഇവിടുന്ന് സംസാരിച്ചോണ്ടിരുന്നത് ബാംഗ്ലൂരിലാണ് ഭാവന താമസിക്കുന്നത്, തൃശ്ശൂരും ബാംഗ്ലൂരുമായിട്ട്. ബാംഗ്ലൂരില് വല്യപ്പന്റെ വീടാ. എവിടെയാ? ബാംഗ്ലൂരിന്റെ വല്യപ്പന്റെ വീടാ. റോഡിൽ നിന്ന് നിന്റെ വല്യപ്പൻ എന്തൊക്കെയോ കുഴപ്പങ്ങൾ കാണിച്ച് പോലീസ് പിടിച്ചോണ്ട് പോകാൻ പോയി. അപ്പോഴ് ഭാവന ചെന്നിട്ടാണ് രക്ഷിച്ചത്. അപ്പൊ ചോദിച്ചു ആരാന്ന് ചോദിച്ചാൽ പറഞ്ഞു ഇവാന്റെ വല്യച്ഛനാണെന്ന് പറഞ്ഞു. അങ്ങനാണെങ്കിൽ വിട്ടേക്കാൻ പറഞ്ഞു. പിന്നെ ഈ ഇവാന് നിങ്ങൾ കാണുന്ന പോലല്ല, നമ്മുടെ മിയ എന്ന് പറഞ്ഞ ആർട്ടിസ്റ്റ് ഇവിടെ വന്നിരുന്നു. അവൻ പറഞ്ഞു കല്യാണം കഴിക്കാന്ന് പറഞ്ഞു. പറഞ്ഞോ? നിലവിലുള്ള ആരും വേണ്ട. പേരും ഇവാന്റെ ഗേൾ ഫ്രണ്ട്സ് അല്ലേ? യെസ്. പക്ഷെ മിയേനെ കല്യാണം കഴിക്കും. എത്ര കോൺഫിഡന്റ് ആയിട്ടാവും പറഞ്ഞേ. മിയേനെ കല്യാണം കഴിക്കും. കല്യാണം കഴിക്കുന്ന കാര്യമൊക്കെ ഞാൻ ചുമ്മാ പറഞ്ഞാ. എങ്ങനെയെങ്കിലും ഒന്ന് പോയി കിട്ടൂലോ. അത് ശരി, എല്ലാരും എങ്ങനെയെങ്കിലും ഒന്ന് പോയി കിട്ടുമല്ലോ. പറഞ്ഞതാണ്. പക്ഷെ വേറൊരു കാര്യം, ഈ പാട്ടിന്റെ ഇടയില് ഭാവനെ നോക്കി ചൂണ്ടി അവൻ ഏതോ നീ എന്നൊക്കെ പറയുമ്പോ എന്തോ ഭാവന നോക്കി. ആദ്യം മൃദുലയായിരുന്നു, പിന്നെ പിന്നെ അത് മാറ്റി ഭാവനയായി. ഒരു കാര്യം ചോദിക്കട്ടെ, എനിക്ക് തോന്നുന്നു ഭാവനെ ആദ്യം കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഭാവനെ ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു. അത് മിയേനെ ഒഴിവാക്കാൻ പറയണ പോലെ ഒഴിവാക്കാൻ പറയണാണ് എന്നെ. സത്യമായിട്ടല്ലേ? സത്യസന്ധമായിട്ട്. അപ്പൊ പിന്നെ ഇനി ഇവാനെ ഞാൻ വിട്ടു തരൂല ആർക്കും. ബാംഗ്ലൂർ കൊണ്ടുപോവാ. എടുത്തോ, മൈൻ ഫോർ എവർ. ഭാവന അവിടെ നിക്കണ്ട. ഞാൻ പക്ഷെ പ്രോഗ്രാം കഴിയണവരെ ഉണ്ടാവും എവിടെ ഇവൻ പോവല്ലേ? അല്ല, നമുക്ക് ഇവിടെ ഇരുന്നോണ്ട് എനിക്കൊന്ന് ചർച്ച ചെയ്യണം ഇവന്റെ കാര്യം. ഓക്കെ. നീ പാട്ട് കറക്റ്റായിട്ട് പാടിയായിരുന്നോ? കറക്റ്റ് പോയിട്ട് ഇതിനകത്ത് ആരായിരുന്നു ശരിക്കും പാടാത്ത ആരാ? ഇന്നാ വീട്ടിൽ ചെല്ലുമ്പോഴത്തേക്കും എന്നെ ഇടിച്ച് ശരിയാക്കി ഇവരൊക്കെ. ആരെങ്കിലും തെറ്റ് പറഞ്ഞാലും. എന്നാലും നീ പറ. ഓഹോ, ഈ ഇടി കൊള്ളാന്ന് എനിക്ക് അയ്യേ. ധൈര്യമായിട്ട് പറയൂ. പറഞ്ഞു. ഭാവന എടാ, ചേച്ചി ഇന്ന് വിഷുവിന്റെ ദിവസം പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ ഒരുപാട് നല്ല കാര്യങ്ങളുണ്ടാവും. സത്യം പറഞ്ഞാൽ ഇവാൻ അറിയാൻ പറ്റുമോ നോക്കട്ടെ. അല്ലേ? പറ. ആരാ തെറ്റിച്ചേ? പറഞ്ഞു. ആരാ തെറ്റിച്ചെന്നറിയോ? ഞങ്ങളാ തെറ്റിച്ചേ. ആടാ എടാ മോനെ, ലോട്ടറി നീ ഒരു സത്യം പറ. നീ ഒരു കൃമാണിയാണ് കേട്ടാ. എടാ ഇജക്കുട്ട പറ, ഇവര് 3 പേരിൽ ആരെങ്കിലും തെറ്റിച്ചോ? ഞാൻ 3 എണ്ണുന്നതിന് മുമ്പേ ആരാണ് തെറ്റിച്ചെന്ന് ഇവാൻ കുട്ടൻ പറഞ്ഞിരിക്കണം. 3 പേരില് 1 വാക്ക് പറ്റിക്കോട്ടോ. പെട്ടെന്ന് പറ. 2 അയ്യോ പറഞ്ഞു. ഇനി ഇവിടത്തെ ഇവാൻ അറിയില്ല എന്ന് തോന്നുന്നു, ആരാന്ന് ജഡ്ജ് ചെയ്യാൻ അറിയില്ല അല്ലേ? 3 പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പ്രശ്നമുണ്ടാകും. ഓക്കെ. അതാണ് അവിടെ ഒരാളെ മിണ്ടാതെ നിൽക്കുന്നത്. അപ്പോഴേ എനിക്ക് തോന്നി അവനെ നോക്കുന്ന. നീ എന്താ പറഞ്ഞ? സ്കേത്രാന്നോ? ക്ഷേത്ര. അവൻ പറയാ തരും. കണ്ടോ, സ്കേത്രാന്ന്. സ്കേത്രാണോ? എടാ അവള് തെറ്റിച്ച്. ആ കണ്ടോ, ഞാൻ ഞങ്ങൾക്ക് ഒരു പേരിടാൻ പോവാണ് അടുത്ത കഴിഞ്ഞവണ എന്റെ അടുത്ത് പറഞ്ഞില്ലേ ഇതുപോലെ എന്റെ വായിക്കകത്ത് മറ്റേ എന്തോന്ന് പാവയ്ക്ക കുത്തി കയറ്റുമെന്ന് പറഞ്ഞില്ലേ? പറഞ്ഞു. പറഞ്ഞില്ലേ നീ? എനിക്ക് എന്തുമാത്രം വിഷമമുണ്ടായെന്നറിയോ? എത്ര കരഞ്ഞു. ഞാൻ 3 രാത്രി ഉറങ്ങിയിട്ടില്ല. കാര്യം അണ്ണൻ പറയുന്ന ഒരൊറ്റ കാര്യം അത് മക്കളെ പഴവോ വെള്ളരിക്ക എന്തെങ്കിലും ഈസി ആയിട്ട് കയറി പാവയ്ക്ക ചൊറി പിടിച്ചോണ്ടുള്ളത് ഇവര് കുത്തി കയറ്റാന്ന് വെച്ചാൽ ഭയങ്കര വേദനയാ. അല്ല, എന്നാലും എനിക്ക് അങ്ങനെ പറഞ്ഞോണ്ടല്ലോ എന്റെ നെഞ്ചത്ത്. എന്തെങ്കിലും പറയാനുണ്ടോ ഭാവന ചേച്ചിയോട്? എനിക്ക് ഭാവ ചേച്ചിന് ഭയങ്കര ഇഷ്ടമാണ്. മിയ വന്നപ്പോഴും തന്നെയല്ലേ പറഞ്ഞ? ഇവിടെയും കല്യാണം കഴിക്കാനാണോ പ്ലാൻ? എനിക്ക് ഭാവന ചേച്ചിയുടെ സിനിമകൾ അറിയാം. ഏതൊക്കെയാന്ന് പറഞ്ഞു? ഒന്ന് നരൻ, സ്വപ്നം കൊടി, 2 സിനിമകൾ മാത്രം എനിക്കറിയാം. നരം കഴിഞ്ഞിട്ട് പിന്നെ എന്താ പറഞ്ഞേ? സ്വപ്നക്കൊടി. അതേതാ അത്? എന്താ പറഞ്ഞ? സ്വപ്നക്കൂട്. എന്റെ ചേച്ചിക്ക് ഇഷ്ടപ്പെട്ടോ ചോദിക്കും പാട്ട്. എന്റെ പാട്ട് ചേച്ചിക്ക് ഇഷ്ടപ്പെട്ടോ? അടിപൊളി. ഇവൻ പാട്ട് പാടിയ ആളെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ടല്ലേ ഇവരുടെ ഇഷ്ടപ്പെട്ടോ? ഭയങ്കര ഇഷ്ടപ്പെട്ടു. മക്കളെ ഇവാനെ ഇനി മിയ എന്നുള്ള പേര് മിണ്ടിപ്പോരുതെന്നാ പ്രശ്നമാവും.
ഈ ഡാൻസ് ആരാ പഠിപ്പിച്ചെന്നേ? ഡാൻസ് പഠിപ്പിച്ചത് ആരുമല്ല, പിന്നെ ഞങ്ങൾ തനിയെ പഠിച്ചതാ. എന്തൊക്കെയോ സ്വകാര്യങ്ങളൊക്കെ പറയണ്ടായിരുന്നില്ലേ, അത് ഞാൻ ക്ഷേത്രനോട് പറഞ്ഞു കൊടുത്തതാ. ഇവളോട് ഞാൻ പറയും ക്ഷേത്രക്ക് അടുത്ത വഴി ലൈനായിട്ട് പറഞ്ഞു കൊടുക്ക്, അപ്പൊ ഇവള് പറഞ്ഞു കൊടുക്കും ക്ഷേത്രനോട്. ക്ഷേത്രകുഞ്ഞെ, മോളെല്ലാം മറന്നു പോവും. ഇവൻ പറഞ്ഞതുകൊണ്ടാ മോള് പാടുന്നതെന്നാണ് ഇവാൻ പറയുന്നത്. അങ്ങനാണോ? മക്കൾക്ക് ലിറിക്കും അറിഞ്ഞൂടാ. എന്താ അല്ല, നീ ഇപ്പൊ പറഞ്ഞില്ലേ? ആ ഞങ്ങളെ എന്താ പറ്റിക്കുന്നതല്ല, സത്യമായിട്ടും ഇവിടെ ഇരിക്കുന്ന ഭാവന കേട്ടു, ഇവിടെ എല്ലാരും കേട്ടു. കാരണം ഞാനാണ് നന്നായിട്ട് പാടിയത്, ബാക്കി എല്ലാരും ക്ഷേത്രക്കുട്ടി, ബാക്കി എല്ലാരും മോശമായിട്ട് പാടിയെന്ന് നീ പറഞ്ഞു. എംജിങ്ങൾ പറഞ്ഞല്ലേ, എംജിങ്ങൾ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ഞാൻ നാളത്തേക്ക് ഉണ്ടാവില്ല. അയ്യോ അങ്ങനെ പറയല്ലേ. അയ്യോ ഞങ്ങളിങ്ങനെ പറഞ്ഞു പേടിപ്പിക്കല്ലേ. ഇവാൻ കുട്ടൻ പറഞ്ഞത്, ഇവാൻ കുട്ടൻ കൊറിയോഗ്രാഫി ചെയ്തിട്ട് അത് എല്ലാവർക്കും പറഞ്ഞു കൊടുത്തു എന്നല്ലേ പറഞ്ഞ? കോറിയോഗ്രാഫി, ഡാൻസ് സ്റ്റെപ്പ്, കൊല്ലം ഷാഫിയുടെ ഡാൻസ് ഉണ്ടായിരുന്നു. എല്ലാവർക്കും പറഞ്ഞു കൊടുത്തു. പഠിച്ചതാ. നീ കൊല്ലം ഷാഫിയുടെ ആരാ? ബാക്കിയുള്ളവർക്ക് പറഞ്ഞു കൊടുത്തില്ലേ? എന്തോ കൊല്ലം ഷാഫിയുടെ ആരാ നീ? എനിക്കൊന്നും മനസ്സിലാവണില്ല. ഞങ്ങൾക്കൊന്നും മനസ്സിലാകത്തില്ല. ഐ ആം ഫൈൻഡിങ് ഇറ്റ് വെരി ഡിഫിക്കൽട്ട് ടു ടോക്ക് ടു യു. പണ്ടേ തുടങ്ങിയതല്ലേ, ഇന്നായിട്ട് നിർത്തിയിട്ടില്ലേ? അവനത് കേൾക്കുമ്പോ It's very difficult to talk to you. If I am talking something, you are telling other things. Some rubbish things. ഇവിടെ ആരെങ്കിലും ബുദ്ധിയുള്ളവരുണ്ടെങ്കിൽ ഈ എംജിങ്ങൾ എന്ന് പറഞ്ഞ് മനസ്സിലാക്കേണ്ടതാണ്. No. I know everything, but you are making so many things, so many problems in this topic. Very too many problems because you are loving 4 or 5 ladies at a time. At a time. And whenever a guest like that, Bhavana or somebody is coming, Mia or somebody is coming, you are telling that I want to marry you and I am coming you, I want a kiss from you. What is this? What nonsense is happening here? Oh. അയ്യോ സത്യത്തിൽ No, this is not nice. This is not fair, Mone. Please. No. Do you understand anything? Do you understand anything? See. No. Do you excuse me, shut up. You have something to say? എന്തെങ്കിലും പറയാനുണ്ടോ? പെട്ടെന്ന് പറ, ഇംഗ്ലീഷ് വരും. പോയി കിട്ടിയാ മതി. ആരെ നീയോ? മക്കളോ എംജിങ്ങളോ? No. I will not let you go. സമ്മതിക്കത്തില്ലെന്ന്. അല്ല, ഈ ഇംഗ്ലീഷ് ഒന്ന് നിർത്തി മര്യാദക്ക് പറഞ്ഞാല് നന്നായിരുന്നു. Are you telling me that I should study? എനിക്ക് ഇംഗ്ലീഷ് ഒന്നും അറിയില്ല. പറ, നിനക്ക് അറിയാവുന്ന പോലെ അങ്ങ് പറ. നീ You tell me in English. Okay. അപ്പം നിർത്തും. I don't know. സൂപ്പർ മക്കളെ, വളരെ I love you. I love you too. ഇനി നീ എന്നെ സ്നേഹിച്ചാ മതി. ഇവാൻ മോനെ, എന്തോ ഉഗ്രായിട്ട് പാടി നിങ്ങൾ 4 പേരും കേട്ടോ. ക്ഷേത്ര കുറച്ച് തെറ്റിച്ചെങ്കിലും പക്ഷെ നന്നായിരുന്നു. റൂമിലെത്തിയിട്ട് തരാം. കൈ നീട്ടോ. ഞങ്ങൾക്കാണോ? ഞങ്ങളോട് തെറ്റിച്ചേ? ഈ 2 പേർക്കും കിട്ടില്ല, ഈ 2 പേർക്കും അല്ല 3 പേർക്കും. അത് 3 പേരാരാ? വേണ്ട, ഈ 2 പേര് മാത്രം മതി. അതേതാ 2 പേര്? 3 പേര് വേണം. കുറെ നേരമായിട്ട് ഞാൻ മിണ്ടാതിരിക്കുകയാണ്. വയലന്റ് ആവും. എന്നെ വയലന്റ് ആക്കരുത്. ഭയങ്കര പ്രോബ്ലം. മുഖമൊക്കെ വയലറ്റ് കളറിലാവും. ഇവാൻ ഇഞ്ഞ് വാ, ഇങ്ങോട്ട് വാടാ. ഇവിടെ എനിക്ക് ആ മുണ്ട് വേണം. അയ്യോ, മുണ്ടടിക്കാൻ പോവാ മക്കളെ. അവിടെ ഇരുന്നേ. നിക്കറിട്ടിട്ടുണ്ട്. ഒരു ഉമ്മോട്. എല്ലാവർക്കും ഇത് തന്നെയല്ലേ ഞാൻ ചെയ്യണേ? നിന്നെ കൊണ്ട് അതല്ലേ പറ്റൂ, അതുകൊണ്ട് അപ്പൊ ഭാവന ചേച്ചിയുടെ ഉമ്മ വേണ്ടേ? നിനക്ക് ഇവിടെ ആഗ്രഹം വരണവർക്കും പോണവർക്കൊക്കെ ഉമ്മ കൊടുക്കാൻ പറയാം, ഉണ്ട്. അല്ലേ? അപ്പൊ എല്ലാരും അസലായിട്ട് പാടി. താങ്ക് യു. ഹാപ്പി വിഷു കേട്ടോ. ഹാപ്പി വിഷു മക്കളെ. ഹാപ്പി വിഷു. ഹാപ്പി വിഷു. ഹാപ്പി വിഷു.
ഹായ് മക്കളെ, ഹായ് ഹാപ്പി വിഷു. ഹാപ്പി വിഷു. കുഞ്ഞുങ്ങൾ കഴിച്ചോ? കഴിച്ചു. എന്ത് കഴിച്ചു? സദ്യ. പായസം ഉണ്ടായിരുന്നോ? ഓ ഉണ്ടായിരുന്നു. രണ്ടു ഞാൻ തരം. കഴിച്ചില്ല, എനിക്കിഷ്ടമല്ല. അതെന്തേ? മധുരം എനിക്കിഷ്ടമല്ല. മക്കളെ, ജീവിതം മധുരിക്കണമെന്നല്ലേ നമ്മൾ പറയുന്നത്? എനിക്കിഷ്ടമല്ല. ഓരോരുത്തർക്കും ഓരോന്ന് ഇഷ്ടപ്പെടൂലേ? ഓരോരുത്തർ എന്ത് ഇഷ്ടപ്പെടണമെന്ന് മറ്റുള്ളവരാണ് തീരുമാനിക്കുന്നത്. അതല്ല, ഒരിക്കലുമല്ല മക്കളെ. അപ്പൊ മക്കൾക്ക് കുറച്ച് ഉപ്പിട്ട് പായസം ഉണ്ടാക്കി തരട്ടെ? അല്ലേ, എന്ത്? പായസം ഇഷ്ടമല്ല, അത്ര എനിക്ക് പറയാനുള്ളൂ. പായസം ഇഷ്ടമല്ല, അത് പറ. അപ്പൊ സദ്യയിൽ എന്താ ഇഷ്ടം? ഏറ്റവും ഇഷ്ടം എന്താ? എനിക്ക് കൂടുതൽ ഇഷ്ടം ചിക്കൻ കറിയായിരുന്നു. മക്കളെ, വിഷുവിനും സദ്യയിൽ മക്കൾക്ക് ഇഷ്ടമുള്ള കറിയാണ് മൃദുല ആന്റി ചോദിച്ചത്. സദ്യയില് സാമ്പാർ. വെരി ഗുഡ് മോളെ, വെരി ഗുഡ്. അപ്പൊ സാമ്പാറും വെള്ളവും കുറച്ച് ചോറും ഉണ്ടെങ്കിൽ കുഞ്ഞിന് ഓണമായി അല്ലേ വിഷു? അത് ഞാൻ കഴിക്കും. ആ, thank അല്ല, you. മറ്റു ചമ്മന്തി അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്നും ഞാൻ കഴിക്കത്തില്ല. കഴിക്കത്തില്ല. അല്ല, ചമ്മന്തി വെക്കത്തില്ല. മധുരപ്പുളി ഉണ്ടെങ്കിൽ അത് ഞാൻ ഫുള്ള് കഴിക്കും. മധുരപ്പുളി ഇഞ്ചി കഴിക്കും. അത് ഞാൻ കഴിക്കും. അതിലെ മധുരം കുഴപ്പമില്ല കുഞ്ഞിന്. ഓ, എന്തൊക്കെ കൊള്ളാം. സാഗരികേ, മക്കൾക്ക് പായസം കഴിക്കുവോ? എത്ര പായസം കഴിച്ചു? 2 പായസം ഉണ്ടായിരുന്നു. 2 കഴിച്ചോ മക്കള്? 1. ഏതാ കഴിച്ച? പരിപ്പ് പായസോ? പരിപ്പ് പായസം കഴിച്ചില്ല. അടപ്പായസം. ആ, മക്കളോ? കുഞ്ഞു ചക്കര? അടപ്പായസം കഴിച്ചേ. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. എന്ത്? അല്ല, അടപ്പായസം ഇഷ്ടമാന്ന്. പക്ഷെ അതൊന്നും ഇഷ്ടപ്പെട്ടോട്ടോ കുഞ്ഞെ. എന്തൊക്കെയായാലും നിങ്ങൾ 3 പേരും കൂടെ അതിമനോഹരമായിട്ട് പാടി കേട്ടോ. ഇപ്പോഴാണ് ആ വിഷു നമുക്കൊക്കെ ഫീൽ ചെയ്യുന്നത്. ഓ, എന്തൊരു രസം. താങ്ക് യു. അസാധ്യമായിരുന്നു. പക്ഷെ ചിലതൊക്കെ മേധാമകർ ചില ട്യൂണൊക്കെ മേധാമകർ കമ്പോസ് ചെയ്തു ഇടയ്ക്ക് തുടക്കത്തിൽ. അതെനിക്ക് അറിഞ്ഞുകൂടാ. ഞങ്ങൾ ഇതുവരെ കേട്ടിട്ടില്ലാത്ത കുറച്ച് ട്യൂണൊക്കെ കേട്ടായിരുന്നു എൻ്റെ ഇടയിൽ. പക്ഷെ അതൊക്കെ കൊള്ളായിരുന്നു. നിങ്ങൾ പാടുമ്പോൾ അതൊക്കെ നല്ലതാണ്. ഞാൻ നോക്കിയപ്പോൾ ഉണ്ട് മേധാമഹർ അവിടെ നിന്ന് ഇങ്ങനെ പഴം കൂടെ ചേർത്ത് കുഴച്ചിങ്ങനെ എന്ന് പറഞ്ഞ അടിക്കുന്നു. എന്നിട്ടാണ് ഇവിടെ വന്ന് മധുരം ഇഷ്ടമല്ല എന്ന് പറഞ്ഞു. അതാ ഞാൻ തള്ളിന്റെ ആശാനാണ് കേട്ടോ. പായസം ഇഷ്ടമല്ല. പായസത്തിൽ പഴം കുഴയ്ക്കും പപ്പടം കുഴച്ച് കഴിഞ്ഞാൽ മൃഷ്ടാനം അടിക്കും. ഞാൻ പറഞ്ഞു മക്കൾ അവിടെ ഒളിച്ചു നിന്ന് CCTV ഉണ്ട് അവിടെ, എല്ലാവർക്കും എല്ലാം കാണാൻ പറ്റും. എന്തായാലും എല്ലാവരും നല്ല രീതി പായസം കഴിച്ചു. 2 തരം പായസം കഴിച്ചു. അവര് സത്യം പറഞ്ഞു, അവർ അടപ്പായസം കഴിച്ചുള്ളൂ എന്ന്. ഞാൻ പായസം കഴിച്ചില്ല. ഞാൻ പായസം വേണ്ടാന്ന് പറഞ്ഞു. സത്യം. ഞാനാണല്ലോ വിളമ്പി തന്നെ. ആഹാ, നമുക്ക് കാണാം. നമുക്ക് വിഷ്വലി കാണാം. ആണോ? ആരാ വിളമ്പി തന്നെ? ഞാനല്ലേ വിളമ്പി. MG സാറാ വിളമ്പി. എല്ലാം എല്ലാം വിളമ്പി തന്നെ MG സാറാ. MG അങ്കിളാ? ഇതെന്ത് പറ്റി? മറന്നു പോയി. കറക്റ്റ്. അതെന്താ, ഞാൻ പല കാര്യങ്ങളും ആലോചിക്കുന്നല്ലേ. എനിക്ക് ഇവരെക്കാട്ടൊക്കെ കൂടുതൽ കാര്യങ്ങൾ ആലോചിക്കുക. ഓ, വല്യമ്മയല്ലേ ആലോചിക്കാൻ. അമ്മൂമ്മയല്ലേ? കുഴപ്പമില്ല. എന്തായാലും പാട്ട് തന്നായിരുന്നു കേട്ടാ. ഞാൻ അമ്മൂമ്മയല്ലേ, MG അങ്കിൾ അപ്പൂപ്പൻ. ഞാൻ അപ്പൂപ്പനല്ല, മുത്തശ്ശൻ. എന്ത് മതിയാ? അതിന്റെ മേലുണ്ടാ? ഇല്ലല്ലോ. ഇതാരാന്നറിയോ? അതൊക്കെ മേലെ മുത്തശ്ശി. ഇതൊന്നും അറിഞ്ഞൂടാതാണോ ഇവിടെ വരുന്നത്? ഇതാണ് ഭാവന ചേച്ചി. ഹലോ, എത്ര പ്രാവശ്യം പറഞ്ഞു ഇങ്ങനെ മൈക്ക് പിടിക്കാൻ, ഇങ്ങനെ താഴ്ത്തിയ പിടിക്കും. ഞാൻ എങ്ങനെയെങ്കിലും പിടിച്ചോട്ടെ, ശബ്ദം കേൾക്കുന്നുണ്ടല്ലോ. ഇതാണ് ഭാവന ചേച്ചി ആന്റി. ഹായ്. ഒരു ഹലോ എന്ന് പറ, മര്യാദ ഇല്ലയോ? ഹായ്. ഇതാരാന്നറിയോ? ഇപ്പുറത്ത് മധു ബാലകൃഷ്ണൻ. ബാലകൃഷ്ണനോ? എന്താ മടിയിൽ മധു ബാലകൃഷ്ണൻ സാർ. മധു ബാലകൃഷ്ണൻ സാർ. മധു ബാലകൃഷ്ണൻ സാർ എന്ന് പറയാൻ ടഫാ. വിളിച്ചാ മതി. വിളിച്ചാ മതി. ഞാൻ മൈക്ക് ഓടിക്കുന്നത് ശരിയാണോ? അതോ ഇനി ഇങ്ങനെ ഓടിക്കണോ? എങ്ങനെയാണെങ്കിലും പിടിച്ചാ പോരാ. പക്ഷെ ഞാൻ പറയുന്ന MG അങ്കിളുടെ സൗണ്ട് കുറവായിരുന്നു. MG അങ്കിളിന് മൈക്ക് പൊടിച്ചതാണ് കുഴപ്പം. ബാക്കി എല്ലാവരും കറക്റ്റാ? അല്ല, എല്ലാവരും കറക്റ്റാന്നല്ല, സൗണ്ട് കുറവായിരുന്നു. മോളെ ഒരു ചലഞ്ച്. എന്ത്? ഇങ്ങനെ പിടിച്ച് പാടി മോളൊന്ന് ശബ്ദം കേൾപ്പിക്കാവോ? പിടിച്ചിട്ട് പാടാവുന്നു. ഇത്ര ഒരു വിരലിന്റെ അത്രയും ദൂരെ പിടിക്കേ. ഹലോ, കണ്ടോ? ഞാൻ പറയട്ടെ. MG അങ്കിൾ എങ്ങനെ പാടിയെന്നോ? ഹലോ, ഇങ്ങനെ സൗണ്ട് കേൾക്കുന്നുണ്ട് പാടിയത്. കേട്ടോ? സൗണ്ട് കുറവാന്ന് വെച്ചാല് ഈ ഭയങ്കര മ്യൂസിക് വരുമ്പോ സൗണ്ട് അങ്ങനെ കേൾക്കുന്നില്ല. സൗണ്ട് കേൾക്കുന്നില്ല. ഭയങ്കര മ്യൂസിക് വരുമ്പോ അത്രയും കേട്ടാ മതി, കൂടുതൽ കേൾക്കണ്ട. തീരെ മനസ്സിലാവുന്നില്ല കേട്ടോ. മോളെ ചക്കരെ, മേധമോളെ,
ഇപ്പോൾ ഉള്ള പാട്ടുകാരിൽ ഏറ്റവും കൂടുതൽ ഗെയിനുള്ള ശബ്ദമുള്ള ഒരു വ്യക്തിയാണ് ശ്രീ എം ജി ശ്രീകുമാർ. അദ്ദേഹത്തിന് ശബ്ദമില്ലെന്ന് പറഞ്ഞാൽ ദൈവം പൊറുക്കത്തിന് മക്കളെ. ശരി ശരി മതി. ആ സത്യാണ് ശരത് സർ, ഞാൻ സാറിന്റെ കൂടെ പാടുന്ന സമയത്ത് എനിക്ക് അതുമായിട്ട് മാച്ച് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുപോലെ തന്നെ മധുചേട്ടനും അതേപോലെ തന്നെയാണ്. മധുചേട്ടന്റെ കൂടെ പാടുമ്പോഴും അതേപോലെ എനിക്ക് പേടിയാണ്. എയർ സിലിണ്ടറാണ്. ഏതായാലും സദ്യയൊക്കെ ഉണ്ടു. കള്ളത്തരത്തിൽ പായസം ഇല്ലാന്ന് പറഞ്ഞു. പായസവും കഴിച്ചു. കള്ളത്രോ? അമ്മ സത്യമായിട്ട് ഞാൻ പായസം കഴിച്ചില്ല. അവര് പറയുന്നില്ല കഴിച്ചെന്ന്. പോട്ടെ, സാരമില്ല. നിങ്ങൾ വെളിയിൽ പോയിട്ട് നിങ്ങൾ 3 പേരും കൂടെ ഡിസ്കസ്. ഞാൻ കണ്ടായിരുന്നു. ഞാൻ കഴിച്ചില്ല. ഇവര് വെറുതെ പറയാട്ടോ. ഞാൻ കണ്ടല്ലോ. നിങ്ങൾ പറയുമ്പോഴേ ആവട്ടെ. ഞാൻ കണ്ടു. കണ്ടു എല്ലാരും കണ്ടു. ഭാവന അങ്ങനെ കള്ളം പറയുന്ന എല്ലാരും ഒരാളല്ല. കണ്ടു. എല്ലാരും കണ്ടു. എനിക്ക് ജഡ്ജസിന് ഇഷ്ടമല്ല. ഇഷ്ടമല്ലല്ലോ. ഇത് പറയാൻ വേണ്ടിയാണ് നിങ്ങൾ ഇത്ര എന്നെ ദേഷ്യം പിടിപ്പിച്ച. മക്കളെ ഒരു കാര്യം ചെയ്യോ, നിങ്ങൾ പുറത്ത് പോയി തല്ലുണ്ടാക്കി അവിടെ പായസം കുടിക്കുക എന്ത് വേണേ ചെയ്തു. ഞങ്ങളെ ഇഷ്ടമല്ലല്ലോ. തല്ലുണ്ടാക്കുന്നത് ആരോടെയോ തല്ലുണ്ടാക്കുന്നത്. ഇങ്ങനൊക്കെ പറയാവോ? പിന്നെ എന്തൊരു മര്യാദയോടായി പറയാവോ? പോട്ടെ. അതൊക്കെ സ്നേഹമില്ലാത്തൊരു കൊച്ച്. പോട്ടെ. നിങ്ങൾ 3 പേരും കൂടെ വെളിയിൽ നാരങ്ങ വെള്ളം വെച്ചിട്ടുണ്ട്. നിങ്ങൾ അങ്ങോട്ട് ഇറങ്ങുന്നുണ്ടോ? എനിക്കൊരു പാട്ട് പാടണം. ഉണ്ടോ? ഇറങ്ങി ഓടിക്കോ. ഓക്കെ, ബൈ ബൈ. This is the song from Number 20, Madras Lady. Zingi jacki jacki zingi jacki zingi jacki jacki zingi jacki. പിച്ചകപ്പുങ്കാവുകൾക്കുമപ്പുറം അവൻ അത്രയും മുരുകി വീണുപോയി. പിച്ചളക്കുണക്കുമിട്ട് വിണ്ടനം കടന്നെത്ര വേഗമെങ്ങു മാഞ്ഞുപോയി. നീലനഭസിൽ മേഘപടത്തിൽ മേലെ നിന്നുടഞ്ഞു വീണു താഴികക്കുടം. പിച്ചകപ്പുങ്കാവുകൾക്കുമപ്പുറം അവൻ അത്രയും മുരുകി വീണുപോയി. പിച്ചളക്കുണുക്കുമിട്ടു വിണ്ടനം കടന്നെത്ര വേഗമങ്ങു മാഞ്ഞുപോയി. Everybody sing along to Jacka Jacka Jacka. Yes, the song you know you dig the beat. Come on, I'll show you. It's a party dance, makes party. Jingy jacki jacki jingy jacka. Jingy jacki jacki jingy jacka. വീണുടഞ്ഞ താഴികക്കുടം ആരുരുക്കി മാലതെത്തുവോ. വീണുടഞ്ഞ താഴികക്കുടം ആരുരുക്കി മാലതെത്തുവോ. തീരങ്ങളിൽ തീർത്ത മൺകൂരയിൽ തീയൂതി പൂന്തന്നലു ആഴിതൻ കൈകളു ആവണി പൈതലു ആരു പൊൻതലയിൽ തീർത്തു മിന്നും പതക്കങ്ങൾ. പിച്ചകപ്പൂങ്കാവുകൾക്കുമപ്പുറം അവൻ അത്രയും മുരുകി വീണുപോയി. പിച്ചളക്കുണുക്കുമിട്ടു വീണ്ടതം കടന്നെത്ര വേഗമെങ്ങ് മാഞ്ഞുപോയി. പോയി ബമ്പ് ചക്ക് ബമ്പ് ചക്ക് ബമ്പ് ചക്ക് ബമ്പിലേ. ജിങ്കി ജക്കി ജാക്കി ജിങ്കി ജച്ചക് ജിങ്കി ജക്കി ജാക്കി ജിങ്കി ജച്ചക്. കോടമഞ്ഞിൻ കോടിയഴിഞ്ഞു താഴ്വരകൾ രാവിലുണർന്നു. കോടമഞ്ഞിൻ കോടിയഴിഞ്ഞു താഴ്വരകൾ രാവിലുണർന്നു. താരങ്ങളാം ദീപനാളങ്ങളിൽ ആറാടും മേലെ വാനിൻ പൂവാടിയിൽ വാരുടെ തിങ്കളിൻ തോണിയിൽ വന്നവൾ ആരു പൊൻതാരക റാണിയോ. ജം 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 ജം. പിച്ചകപ്പൂങ്കാവുകൾക്കുമപ്പുറം പവൻ അത്രയും മുരുകി വീണുപോയി. പിച്ചളക്കുണുക്കുമിട്ടു വിണ്ടതം കടന്നിത്ര വേഗമെങ്ങു മാഞ്ഞുപോയി. നീലനഭസിൻ മേഘപടത്തിൽ മേലെ നിന്നുടഞ്ഞു വീണു താഴികക്കുടം. പിച്ചകപ്പൂങ്കാവുകൾക്കുമപ്പുറം പവൻ അത്രയും മുരുകി വീണുപോയി. പിച്ചളക്കുണുക്കുമിട്ടു വിണ്ടതം കടന്നിത്ര വേഗമെങ്ങു മാഞ്ഞുപോയി. അണ്ണാ
പറഞ്ഞ അടിച്ച് ധൂൾ കളപ്പിട്ടിങ് അണ്ണാ വിഷു അതുമാ. താങ്ക് യു അണ്ണാ. സൂപ്പർ സൂപ്പർ. എന്ത് നമ്മുടെ മോഹൻലാൽ അണ്ണാച്ചിയും പിന്നല്ല മമ്മൂട്ടി അണ്ണാച്ചിയും കൂടെ രണ്ടുപേരും കൂടെ തോപ്പം അങ്ങോട്ട് കളിച്ചിരിക്കുകയല്ലേ. നമ്പർ 20 മദ്രാസ് മെയിൽ. ഇതൊന്നും മറക്കാൻ പറ്റത്തില്ല, ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല. അതിൽ ഈ പാട്ടിന്റെ ഒരു പ്രത്യേകത അണ്ണാ, ഇത് പ്രോഗ്രാം ചെയ്തത് ഒറിജിനൽ ചെയ്തത് എ.ആർ. റഹ്മാനാണ്. എ.ആർ. റഹ്മാൻ സാറാണ് ഇതിന്റെ പ്രോഗ്രാം ചെയ്തിരിക്കുന്നത്. കോതന്റെ പാണി സ്റ്റുഡിയോയിലാണ് റെക്കോർഡ് ചെയ്തത് കേട്ടോ. നിങ്ങളുടെയൊക്കെ അറിവിന് വേണ്ടി പറയുകയാണ്. മക്കളെ, നിങ്ങൾ എല്ലാരെയും കൂടെ കണ്ടപ്പോഴേ മൊത്തത്തിലൊരു സന്തോഷം. കുറേ കൊടയും സത്യം സത്യം. അണ്ണന്റെ പ്രത്യേകിച്ചൊരു അണ്ണന്റെ ഒരു ഗെറ്റപ്പും ഇത്ര ഉണ്ടായിരുന്നു ഇവനെ. ഇപ്പൊ എന്റെ മേളിൽ കയറി. പിന്നെ നമുക്കൊരു പാട്ട് വേണം. അത് വേണോ? വേണം, തീർച്ചയായിട്ടും വേണം. വേണ്ടേ? കാര്യം ഒരു വേണമെന്ന് പറ. വേണം. ആ, ടോപ്പ് സിംഗറിന്റെ എല്ലാ പ്രേക്ഷകരും ഈ കുട്ടികളുടെ ഞങ്ങളുടെ ഒക്കെ പാട്ട് സ്ഥിരമായിട്ട് കേൾക്കുന്നതാണ്. എങ്കിലും വെറൈറ്റി സോങ്സ് കേൾക്കാൻ അവർക്ക് ഇഷ്ടമാണ്. പക്ഷെ ഭാവന വന്ന സ്ഥിതിക്ക് ഒരു 3 or 4 പാട്ടിന്റെ പല്ലവി പ്രതീക്ഷിക്കും. സുഖമാണീ നിലാവ്, എന്തു സുഖമാണീ കാറ്റ്, അരികിൽ നീ വരുമ്പോൾ എന്തു രസമാണീ സന്ധ്യ, പൂഞ്ചിറകിൽ പറന്നുയരാം, നനഞ്ഞലിയാം. സുഖമാണീ നിലാവ്, എന്ത് സുഖമാണീ കാറ്റ്, അരികിൽ നീ വരുമ്പോൾ എന്തു രസമാണീ സന്ധ്യ. അല്ലേ പാടില്ല എന്ന് പറഞ്ഞു. അസാധ്യമായിട്ട് പാടി. നന്നായിരുന്നു. ഞങ്ങള് ഞാൻ ഈ വേഷമൊക്കെ മാറ്റിയിട്ട് വീണ്ടും അവിടെ വിഷുവേഷത്തിൽ വന്നിരിക്കുന്നതാണ്. ഒരു കൊന്നപ്പൂ പോലെ. താങ്ക് യു. നമ്മുടെ ടോപ്പ് സിംഗറിലെ വിഷു ആഘോഷങ്ങളൊക്കെ എപ്പോഴും സ്പെഷ്യൽ ആണല്ലേ. അപ്പൊ കുറച്ച് പാട്ടൊക്കെ നമ്മൾ കേട്ടു, എന്നാലും ഒരു ഇച്ചിരി കളിയും ചിരിയൊക്കെ വേണ്ടേ? അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ ട്രഡീഷണൽ ആയിട്ട് ഉറിയടി സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇവിടെ നമ്മൾ 2 ടീമായിട്ട് തിരിഞ്ഞിരിക്കുകയാണ്. ഒന്നില് മധു അങ്കിള്, ഭാവന ചേച്ചി ആൻഡ് മൃദു ചേച്ചി ആൻഡ് ബാക്കി ടീം. പിന്നെ രണ്ടാമത്തെ ടീം ഞാന്, MG അങ്കിള്, ശരത് അങ്കിള്. പിന്നെ നമ്മുടെ കുട്ടീസും 2 ടീമായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. ഇത് നമ്മുടെ സീസൺ 1, 2, 3, 4 എല്ലാ സീസണിലെയും ആൾക്കാർ ഇവിടെ ഉണ്ട്. നമുക്ക് തുടങ്ങാം അല്ലേ? MG അങ്കിളെ, 2 കള്ളക്കണ്ണന്മാരെ വിളിക്കാൻ പോവാണ് നമ്മള് ഉറിയടിക്കാനായിട്ട്. ഇവർ രണ്ടുമാണ് ഉറിയടിക്കുന്നത്. ഉറിയടി ഇവിടെ ആരംഭിക്കുകയാണ്. കമ്മിറ്റിക്കാരെല്ലാം ഇവിടെ ഉണ്ടെന്ന് വിശ്വസിക്കുന്നു അല്ലേ? എല്ലാവരും ഉണ്ട്, പാട്ടുകാരും വന്നിട്ടുണ്ട്. ഗാനമേള ഉടനെ ആരംഭിക്കുന്നതാണ്. ഈ ഉറിയടിക്ക് ശേഷം സുപ്രസിദ്ധ ചലച്ചിത്ര പിന്നണി ഗായകൻ മധു ബാലകൃഷ്ണനാണ് ഒരു വടിയുമായി ഇവിടെ നിൽക്കുന്നത്. സുപ്രസിദ്ധ ഗായകൻ സൂര്യനാരായണൻ ഇടതുവശം നിൽക്കുന്നു. അപ്പൊ നാട്ടുകാരായ നിങ്ങളുടെ എല്ലാം പ്രോത്സാഹനം തീർച്ചയായിട്ടും ഇവർക്ക് 2 പേർക്കും കൊടുക്കണം. ആരാണ് വിജയി അവർക്ക് ഒരു 10,000 രൂപ ഈ വിഷുവായിട്ട് നൽകുന്നതാണ്. റെഡി? 1, 2, 3, 4. അടി 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 അടി. മധുവിന്റെ കയ്യിൽ കൊടുത്താൽ എടുത്ത് അടിക്കുമെന്ന് തോന്നുന്നു. മധു ജനത വരെ അടിക്കുന്നോണോ? ഓ സൂര്യ അടുത്ത് വരെ വന്നു, അടുത്ത് വരെ വന്നു. അടിച്ചു 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 അടിച്ചു. മധു അടി. മധു ലാലേട്ടനെ പോലെ മുണ്ട് പറിച്ചടി. അടിയടേ. കൊടുക്ക്. അപ്പാന്ന് പറയരുത്, ഉറി വലിക്കുന്ന ആള് മേപ്പോട്ട് വലിക്കും. ഡൗൺ 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 ഡൗൺ. അത് എന്താ വള്ളം തുഴയാണോ? പ്രിയപ്പെട്ട നാട്ടുകാരെ, നമ്മുടെ സുപ്രസിദ്ധ ചലച്ചിത്ര പിന്നണി ഗായകൻ മധു ബാലകൃഷ്ണന്റെ മുണ്ടടിഞ്ഞു പോയിരിക്കുന്നു. മുണ്ട് ശകലം ആവേശത്തിന്റെ മുകളിൽ ഒന്ന്
കഴിഞ്ഞു പോയിരിക്കുകയാണ്. ദാ വീണ്ടും കച്ച കെട്ടിക്കൊണ്ട് മധുബാലകൃഷ്ണൻ മുന്നേറുന്നു. ആട്ടെ. സൂര്യനാരായണ മുണ്ട് മടക്കി കെട്ടി. അടിയടാ, അടിയടാ, അടി. അടി. മധു എടാ അത് താഴെ വന്നിട്ട് അടിക്കടേ. പിന്നെയും സുപ്രസിദ്ധ പിന്നെ മധുബാലകൃഷ്ണന്റെ മുണ്ടടിഞ്ഞിരിക്കുന്നു. ഞങ്ങളുടെ അഭിപ്രായം മുണ്ട് വേണ്ട എന്നുള്ളതാണ്. നാട്ടുകാരെല്ലാം ക്ഷമിക്കണം. മുണ്ട് നന്നായിട്ട് വലിച്ചു മുറിക്കാൻ കൊടുക്കട്ടു. വയറ് മുറിഞ്ഞാലും കുഴപ്പമില്ലടാ. പിന്നെ അല്ലാതെ മധുബാലകൃഷ്ണൻ വീണ്ടും വളരെ ആവേശത്തോടുകൂടി നിങ്ങളുടെ മുമ്പിൽ ഉറിയടിക്കാൻ വരികയാണ്. ഇത് പണ്ട് സിനിമയിലെ വില്ലന്മാരെ പിടിച്ച് മുമ്പിൽ നിർത്തി കൊടുത്തു കഴിഞ്ഞാൽ അടിക്കും. ഇല്ല, പൊട്ടണം 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 പൊട്ടണം. അടി, 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 അടി. അങ്ങനെ അണ്ണാച്ചി നമ്മുടെ ടീം ജയിച്ചണ്ണ. ടീം ജയിച്ചിരിക്കുന്നു. പോട്ടെ, സീനിയേഴ്സ് അല്ലേ? എടാ മധു എന്റെ പടത്തിലൊക്കെ പാടണ്ടേ നിനക്ക്? അല്ല ഞാൻ പറഞ്ഞ സീനിയേഴ്സ് അല്ലേ, ആയിക്കോട്ടെ എന്ന്. അതാ അണ്ണൻ പ്രോഗ്രാമിനൊക്കെ വിളിക്കണ്ടേ? അപ്പൊ ഞങ്ങൾ ജയിച്ചതായിട്ട് ഞങ്ങൾ ഒരു തവണ കൂടി നാട്ടുകാരെ, പ്രിയപ്പെട്ട നാട്ടുകാരെ അറിയിച്ചു. എന്തോന്നടേ കഷ്ടോ, വെറുതെ പുറകെ നിക്കുന്ന നിപ്പ് നോക്ക്. അങ്ങനെ അവന് ഞങ്ങൾക്ക് ഒരു പരിചയമില്ല. ഒരു പരിചയമില്ല. ഭാവന ചേച്ചിക്ക് എന്താ പറയാനുള്ളത്? കൃതാർത്ഥയാണോ? സാരല്ല, തോൽവികൾ സംഭവിച്ചുകൊണ്ടേയിരിക്കും. എനിക്ക് പിന്നെ ഇവരെ സിനിമകളിൽ പാട്ട് പാടാനില്ലാത്തത് കൊണ്ട് എനിക്ക് പറയാലോ. അങ്ങനെ വീണ്ടും വീണ്ടും ഇവരുടെ ടീം ജയിച്ചോണ്ടിരിക്കുകയാണ്. ഇനി വേറെ മത്സരങ്ങളൊന്നും ഇല്ലല്ലോ അല്ലേ? മധു ബാലകൃഷ്ണൻ ജയിച്ചതായി പ്രഖ്യാപിച്ചിരിക്കുന്നു. മധു ദാ വെച്ചോളൂ. ഇത് എന്നെ ഇത് അനുഗ്രഹിക്കണം. വീട്ടിൽ കൊണ്ടുവച്ചാൽ ഈ വടി ഈ വിഷു തൊട്ട് അടുത്ത വിഷു വരെ ഈ വടി വീട്ടിൽ സൂക്ഷിച്ചോളൂ. ഐശ്വര്യമായി. നമ്മുടെ പ്രേക്ഷകരെല്ലാവരും അങ്ങനെ എൻജോയ് ചെയ്തിരിക്കുകയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ നമുക്ക് ഇനി ഒരു അടിപൊളി പെർഫോമൻസ് കണ്ടാലോ? കാണാം. നീയില്ലാതെ ജന്മം പൂക്കുമോ, നിന്നോടാണ് എനിക്കാരാധന. കടലിനും അക്കരയിലും മാലി മാലി മണപ്പുറത്തും കാത്ത് കാത്ത് കാത്തു നിന്നെ. കടവിലും അക്കരയിലും മാലി മാലി മണപ്പുറത്തും കാത്തു 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 നിന്നെ. ചിങ്കാരപ്പല്ലക്കിൽ സിന്ദൂരച്ചെപ്പോടെ പൊന്നുകെട്ടിനെന്റെ അഴകനെ നിന്നിയെന്നുകൊള്ളും. ചുണ്ടത്ത് ചെത്തിപ്പൂ ചെണ്ടു വിരിഞ്ഞു, പല്ലാക്ക് മൂക്കുത്തി കല്ലുമിനുങ്ങി. കല്യാണച്ചെമ്പൊന്നും താലികിലും നീ അള്ളിപ്പൂലോളാക്കിൻ ചേലുകിണുങ്ങി. ഇനിയും വരാത്തതെന്തേ എൻ തുമ്പി നീ അരികിൽ വരാത്തതെന്തേ? ഇനിയും വരാത്തതെന്തേ എൻ തുമ്പി നീ അരികിൽ വരാത്തതെന്തേ? ചുണ്ടത്ത് ചെത്തിപ്പൂ ചെണ്ടു വിരിഞ്ഞു, പല്ലാക്ക് മൂക്കുത്തി കയ്യിലുമിരുങ്ങി. ഇനിയും വരാത്തതെന്തേ എൻ തുമ്പി നീ അരികിൽ വരാത്തതെന്തേ? ഇനിയും വരാത്തതെന്തേ എൻ തുമ്പി നീ അരികിൽ വരാത്തതെന്തേ? നമസ്കാരം പ്രജിൻ. നമസ്കാരം സാർ. നമസ്കാരം. അസലായിരുന്നു കേട്ടോ. ഓ താങ്ക് യു, താങ്ക് യു. ബ്യൂട്ടിഫുൾ. താങ്ക് യു. അതായത് നമ്മളിപ്പോ ഡാൻസ് ചെയ്യുന്ന എല്ലാവരും ചെയ്യും, പക്ഷെ ഈ ഗ്രേസ് എന്ന് പറയുന്ന ഒരു സംഭവം, അതിനൊരു അഴകുണ്ട്. അത് നിങ്ങളെല്ലാവരും കൂടെ ചെയ്തപ്പോൾ ഇറ്റ് വാസ് പെർഫെക്റ്റ്. പിന്നെ ഒന്നും പറയണ്ടല്ലോ, നമ്മളുടെ എല്ലാം സ്വന്തം ഭാവന നിങ്ങൾ വിളിച്ചോണ്ട് പോയപ്പോഴത്തേക്കും ഭാവന സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്റ്റെപ്പ് പോലും പഠിക്കാതാണ് അവിടെ വന്നിട്ട്
നിങ്ങളുടെ കൈ നോക്കിയിട്ടാ ചെയ്തത്. എന്ത് രസമായിരുന്നു ഭവന്. സൂപ്പർ. Thank you. നിങ്ങളുടെ ഇതിന്റെ ഗ്രൂപ്പിന്റെ പേരെന്താണ്? പി സ്കൂൾ ഓഫ് ഡാൻസ് ആൻഡ് ഫിറ്റ്നസ് എന്നാണ് ക്ലാസ്സിന്റെ പേര്. റീല് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇൻസ്റ്റഗ്രാമിൽ. അപ്പൊ അതിപ്പോ കുറച്ച് ആളുകൾ കണ്ട് ഇഷ്ടപ്പെടാൻ തുടങ്ങി. അങ്ങനെയാണ് ഇവിടെ ഇത്രയും വലിയൊരു സ്റ്റേജ് നിങ്ങളുടെ മുന്നിലൊക്കെ വന്ന് ചെയ്യാനുള്ളൊരു ഭാഗ്യം ഉണ്ടായത്. അല്ല, ഇതൊരു നല്ലൊരു ദിവസമല്ലേ, വിഷുവിന്റെ ദിവസം. അതെ, ചിന്തിക്കാൻ പറ്റില്ല. ഇപ്പൊ ഭാവന മാമിന്റെ കൂടെ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞപ്പോ ഒരു വല്ലാത്തൊരു ഫീൽ ആയിരുന്നു. അതൊരു ഭയങ്കര ഞങ്ങൾക്ക് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യമാണ്. പിന്നെ നിങ്ങളൊക്കെ വീട്ടമ്മമാരാണോ അതോ? എൻ്റെ അടുത്ത് പഠിക്കാൻ വരുന്ന കുട്ടികളാണ് എല്ലാവരും. പക്ഷെ എല്ലാവരും ബിസിനസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, ഡോക്ടേഴ്സ് ഉണ്ട്, പിന്നെ പഠിക്കുന്ന കുട്ടികളുണ്ട്. ആരും ഡാൻസേഴ്സ് ടീം എന്നുള്ള ഒരു സംഭവം അല്ല. അല്ല, ഒരു പാഷൻ. അതെ, പാഷൻ. നമ്മുടെ അടുത്ത് പഠിക്കാൻ വരുന്ന. അങ്ങനെ നന്നായിരുന്നു. അപ്പൊ നിങ്ങൾ ഇതുപോലെ പല സ്ഥലത്തും പോകാറുണ്ടോ ഡാൻസ് ഇതിന്? വിളിക്കുന്നിടത്തൊക്കെ. താങ്ക് യു സോ മച്ച് കേട്ടോ. താങ്ക് യു സോ മച്ച്. വളരെ അതിമനോഹരമായിരുന്നു. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. നല്ലൊരു ദിനം. എല്ലാവർക്കും വിഷു ആശംസകൾ. അതെ, ഞങ്ങൾക്കും ഭയങ്കര ഭാഗ്യം. താങ്ക് യു. താങ്ക് യു സോ മച്ച്. താങ്ക് യു മാം. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഈ ഉത്സവരാവിൽ ഒരു മനോഹര പെർഫോമൻസുമായിട്ട് നമ്മുടെ സ്വന്തം മധു അങ്കിളും ഒപ്പം വിവേകാനന്ദൻ ചേട്ടനും എത്തുകയാണ്. വെൽക്കം. ദേവസഭാതലം രാഗിലമാകുവ നാദമയൂഖമേ സ്വാഗതം സ്വാഗതം സ്വാഗതം. ദേവസഭാതലം രാഗിലമാകുവാൻ നാദമയൂഖമേ സ്വാഗതം. ദേവസഭാതലം രാഗിലമാകുവാൻ നാദമയൂഖമേ സ്വാഗതം സ്വാഗതം. षड्जं सरिगमपद सरिगमपदनि सनिधपमप सनिधपमगरि सा मयूरनादं स्वरमाय विडरुं षड्जमनाहतमन्त्रं മയൂരനടനം ലയമായി തെളിയും ഷഡ്ജമധാരനാദം പമഗമഗ നീനേ സരിഗമപദനി സരേ ഋഷഭം. ഋഷഭസ്വരങ്ങളായി പൗരുഷമേവും ശിവവാഹനമേ നവതി ഹൃദയാനന്ദമേകും ഋഷിഗജമാം ശിവസഞ്ജയമേ നവതി. సరిగ పగరి సరిగ పద పగరి సరిగ పద సద పగరి ధ సరిగ పద సరిగ గాగ గంధరం.
തവ ഗാന്ധാരം 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 ആമോദകാരകസ്വരം സുന്ദര ഗാന്ധാരം 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 സരിഗമ പദനി സരേ നിഗമ നിഗമ മധ്യമം ക്രൗഞ്ചം ശ്രുതിയിലുണർത്തും നിസ്വനം മധ്യമം സരിഗമപദനി സഗരി സനിധപദനി മാധവ ശ്രുതിയിലിണങ്ങും കാരുണ്യം മധ്യമം മാമ മനിധ പ മകരി നീ രിഗമ പ പഞ്ചമം പാ മപ സബാ നിദ പ പ പ പഞ്ചമം വസന്ത കോകില സ്വനം സ്വനം കോകില സ്വനം വസന്ത കോകില സ്വനം മേഘരാഗങ്ങളെ തൊട്ടുണരുന്ന താമളൂകമന്ത്രം ദൈവദോ അശ്വരവങ്ങളാചക്രത്തിലുണർത്തുന്ന സ്വരരൂപം ദൈവദം സരിഗമ പദനിസ ധനിസ പദനിസ മപദനിസ ഗമ പദനീനി നിഷാദം ഗജമുഖനാദം സാന്ത്വനഭാവം ആഗമജപലയ നിഷാദരൂപം നീനി നീനി ശാന്തമായി പൊഴിയും സ്വരജലകണങ്ങൾ ഏകമായൊഴുകും ഗംഗാപ്രവാഹം അനുദാത്തമുദാത്തസ്വരിതപ്രജയം താണ്ഡവമുഖരലയ പ്രഭവം പ്രണവാകാരം സംഗീതം അഗനന്ദനന്ദം ദദാനന്ദനന്ദം ദദാനന്ദനം ആഗാഗനന്ദം ദദാനന്ദനം ആഗാഗനന്ദനം ദദാനന്ദം ദന ആനന്ദം ദന ആനന്ദം ദനന്ദ ആനന്ദം അനന്താനന്ദം ജഗദാനന്ദം സംഗീതം ആനന്ദം അനന്താനന്ദം ജഗദാനന്ദം സംഗീതം മരിസനി പരിസര നിസനി പമ സന്നിനി സനി പമ നിരിപ്പ മരിസനി പരിസ നിസനി പമ സന്നി സനി പമ നിരിപ്പ മരിസനി പരി നിസനി പമ സനി പമ നിരി മരിസനി പരിസനി പമ സനി പമ നിസനി പമ സനി പമ നിരി പമ നിമ സനി പമ നിരി പമ നിസ സനി പമ ആനന്ദം അനന്താനന്ദം ജഗദാനന്ദം സംഗീതം ആനന്ദം അനന്താനന്ദം ജഗദാനന്ദം സംഗീതം സംഗീതം സംഗീതം
ഒരുപാട് സന്തോഷത്തോടെ സ്നേഹത്തോടെ വിഷു ആഘോഷം ഗംഭീരമാക്കി അല്ലേ? കണിയൊരുക്കി, പാട്ടിന്റെ സദ്യ ഒരുക്കി, കളിയും ചിരിയും ഓർമ്മകളും ഒക്കെ പങ്കുവച്ചു. വിഷു ആഘോഷം പൂർണ്ണമാവാനായിട്ട് ഒരു കാര്യവും കൂടെ വേണം. നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്ന പോലെ തന്നെ സ്നേഹത്തിന്റെയും വാത്സല്യത്തിന്റെയും ഒക്കെ കൈനീട്ടം നമ്മുടെ കുഞ്ഞു മക്കൾക്ക്, കുട്ടിക്കുറുമ്പുകൾക്ക് എന്നും നന്മയും സൗഭാഗ്യവും ഒക്കെ ഉണ്ടാവട്ടെ. നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ട എല്ലാവരെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. എല്ലാ കുട്ടികൾക്കും ഞങ്ങൾ വിഷു കൈനീട്ടം കൊടുത്തു, മീനൂട്ടി ഉൾപ്പെടെ. പക്ഷേ ഒരു ടീമുണ്ട് ഇവിടെ, അതായത് അവരില്ലെങ്കിൽ ടോപ്പ് സിംഗർ ഒന്നുമല്ല. ദാറ്റ് ഈസ് ടോപ്പ് ബാൻഡ്. വെൽക്കം.
അതുപോലെ നമ്മുടെ ഗ്രൂമേഴ്സ് നിങ്ങളും കൂടെ വരും, ഒന്ന് തികയട്ടെ. എല്ലാവർക്കും വിഷ് കൈനീട്ടം ഞങ്ങൾ കൊടുത്തു. ലോകമെമ്പാടുമുള്ള എല്ലാ മലയാളി കുടുംബങ്ങളിലും വിഷ് കൈനീട്ടം മുതിർന്നവർ കുട്ടികൾക്ക് കൊടുത്തു കാണും എന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും സന്തോഷത്തിൻ്റെ അല്ലെങ്കിൽ സമാധാനത്തോടുകൂടി ഐശ്വര്യപൂർണമായ ഒരു വിഷു സദ്യയെല്ലാം കഴിച്ച് സന്തോഷമായിട്ടിരിക്കുകയാണ്. ഈ വർഷം എല്ലാവർക്കും, ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രേക്ഷകർക്കും എല്ലാ നന്മകളും സർവശക്തൻ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വിഷുപക്ഷി പാടുമ്പോൾ എന്ന ഈ മെഗാ ഇവന്റ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണും എന്ന പൂർണ്ണ വിശ്വാസത്തോടെ ഞങ്ങളിവിടെ നിർത്തുന്നു. ഒരിക്കൽ കൂടി ലോകമെമ്പാടുമുള്ള എല്ലാ സംഗീത പ്രേമികൾക്കും ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രേക്ഷകർക്കും ഹാപ്പി വിഷു.